ഏതൊരു വിദ്യാർത്ഥിയുടെയും ആഗ്രഹമായിരിക്കും ഒരു പഠിപ്പിസ്റ്റ് ലെവൽ എത്തുക എന്നുള്ളത്. പഠിപ്പിസ്റ്റ് എന്ന വാക്ക് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. സ്വന്തമായിട്ട് കോൺഫിഡൻസിനായിട്ട് നമ്മൾ തന്നെ നമ്മളെ പഠിപ്പിസ്റ്റായിട്ട് കാണാറുണ്ടല്ലേ. ഇനി നമ്മൾ കുറച്ച് നേരം പഠിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവളൊരു പഠിപ്പിസ്റ്റാന്ന് പറഞ്ഞ് കളിയാക്കുന്ന കൂട്ടുകാരും ഉണ്ടാവും അല്ലേ. അപ്പോൾ പഠിപ്പിസ്റ്റ് എന്ന വാക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും സെലക്ട് ചെയ്യുന്നത് അത് സ്വന്തം കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. എനിക്കൊരു പഠിപ്പിസ്റ്റ് ആവണം എന്ന ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആയിരിക്കും കൂടുതലും ഉള്ളത്. പഠിപ്പിസ്റ്റ് ആവാൻ അധികം പാടൊന്നുമില്ല. കുറച്ചൊന്ന് നമ്മൾ ചേഞ്ച് ആയാൽ തന്നെ നമ്മൾ പകുതിയും പഠിപ്പിസ്റ്റായിട്ട് മാറും. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുകയെന്നിരിക്കട്ടെ. ഇപ്പം നിങ്ങൾ 10th അല്ലെങ്കിൽ നിങ്ങൾ PSCയുടെ ക്ലാസ്സിന് പോകുകയെന്നിരിക്കട്ടെ. എന്ത് തന്നെ ആണെങ്കിലും നിങ്ങളത് ക്ലാസ്സിൽ പോയി പഠിക്കുന്നതിന് മുമ്പ് തന്നെ പഠിച്ചു തുടങ്ങുക. അതായത് ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ പഠിക്കാൻ പാടായിരിക്കും. അത് റെഫർ ചെയ്തോ വീഡിയോസ് കണ്ടിട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ആദ്യമേ പഠിക്കുക. അപ്പോൾ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്കാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. ടീച്ചർ ഇതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ടീച്ചർ പഠിപ്പിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ പറയാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇവൻ പഠിപ്പിച്ച് തന്നെ എന്ന് വിചാരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പഠിക്കുക. അതിനുശേഷം ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാവുന്നതാണ്. അങ്ങനെ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒരു സിലബസ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ആ സിലബസ് ഓർഡറിൽ നമ്മൾ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ റെഫർ ചെയ്ത് സ്വന്തമായിട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി പഠിച്ച് വെക്കുക. അതാവുമ്പോൾ ക്ലാസ്സിൽ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങൾക്കതൊരു സെക്കൻഡ് റിവിഷൻ മാത്രമായിട്ട് മാറുകയും പെട്ടെന്നെല്ലാം പഠിച്ചു കഴിയുകയും ചെയ്യും. പഠിപ്പിസ്റ്റ് ആവാൻ അടുത്തത് ചെയ്യേണ്ട കാര്യം എഴുതി പഠിക്കുക. പലപ്പോഴും നമ്മൾ നോട്ട്സ് എല്ലാം വായിച്ച് പഠിക്കുകയുള്ളൂ അല്ലേ. അങ്ങനെ വായിച്ച് പഠിക്കുന്നതാണ് പെട്ടെന്ന് മറന്നു പോകുന്നത്. അതേസമയം നിങ്ങൾ എന്ത് വായിച്ച് പഠിക്കുന്നോ അത് 2-3 റൗണ്ട് വായിച്ച ശേഷം മനസ്സിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഒരു പേപ്പറിലോ ബുക്കിലോ നിങ്ങൾ ഒരു റഫ് പേപ്പർ ആയാലും മതി, റഫ് ബുക്ക് ആയാലും മതി, ഇങ്ങനെ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റി വയ്ക്കുക. ബുക്ക് സ്റ്റോളിലൊക്കെ നമുക്ക് ചെറിയ ലോ ക്വാളിറ്റി പേപ്പറുകൾ വാങ്ങിയാൽ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതി പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം. എന്ത് പഠിച്ചാലും എഴുതി പഠിക്കുക. അത് ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങളൊന്നും ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല പരീക്ഷ സമയത്ത് നമുക്ക് നല്ല സ്പീഡ് കിട്ടും. പരീക്ഷ എഴുതാൻ നല്ല സ്പീഡ് കിട്ടുകയും ചെയ്യും. പലരും ഇക്വേഷൻസോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ എഴുതി പഠിക്കാറുള്ളൂ. അങ്ങനെയല്ല, നമ്മൾ എന്ത് കാര്യം പഠിക്കുന്നോ അത് ഓർത്തെടുത്ത് പോയിൻ്റായിട്ടൊന്ന് എഴുതാൻ നോക്കിക്കേ. പെട്ടെന്ന് പരീക്ഷയ്ക്ക് ഓർമ്മ കിട്ടുന്നതാണ്. പഠിപ്പിസ്റ്റ് ആവാൻ മൂന്നാമത്തെ കാര്യം വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്. ഞാനൊരു പഠിപ്പിസ്റ്റാണ് എന്ന് നിങ്ങൾ സ്വയം അങ്ങ് പ്രഖ്യാപിക്കുക. അപ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് തോന്നും. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് മടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതേസമയം ഞാനൊരു പഠിപ്പിസ്റ്റാണ്, അത്യാവശ്യമൊക്കെ നന്നായിട്ട് പഠിക്കുന്ന ആളാണ്, അങ്ങനെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നും പഠിക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാവും. അടുത്തത് വേണ്ടത് മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള മടിയില്ലായ്മയാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ആരോടാണെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അതല്ലെങ്കിൽ അധ്യാപകരോട് ഒരിക്കലും ചോദിക്കാൻ മടിക്കരുത്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരോട് ചോദിക്കുക. ചോദിക്കുമ്പോൾ അവർക്കും നിങ്ങളോട് ഒരു മതിപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു മതിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ വീണ്ടും റെഫർ ചെയ്ത് പഠിക്കാനൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടുന്നതായിരിക്കും. പഠിപ്പിസ്റ്റ് ആവാൻ അത്യാവശ്യം വേണ്ട കാര്യമാണ് ഫിക്സഡ് ഗോൾസ്. നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം അല്ലേ. നിങ്ങൾ ഏത് പരീക്ഷയാണോ എഴുതാൻ പോകുന്നത് ആ പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് വാങ്ങണം എന്നൊരു ലക്ഷ്യബോധം ഉണ്ടാവണം. അതിനുവേണ്ടി ദിവസവും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കൃത്യസമയം ഫിക്സ് ചെയ്യുകയും വേണം. ഒരു ദിവസം കൃത്യസമയത്ത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം ആ സമയം കൂടി എക്സ്ട്രാ എടുക്കുക. ഇന്ന് 2 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ അത് 4 മണിക്കൂറാക്കി എടുത്താലും മതി. ആ രീതിയിലേക്ക് നിങ്ങളുടെ ടൈമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടൊന്ന് നിങ്ങളുടെ ആ ഒരു ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ സദാസമയവും ചിന്തിക്കുക. കാരണം പഠിക്കുന്ന കാലത്ത് നമുക്ക് പഠനമാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്കി ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ പ്രവൃത്തികളാണ്. അപ്പോൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക.